ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്കായി മൊഴി. അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയെന്ന രണ്ടാം പ്രതി ജോബി ജോസഫ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടത്. ജോബി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് നൽകി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഒരു പൊതി കൈമാറിയിട്ടുണ്ട് എന്ന് ജോബി ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലിന് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ഗർഭചിത്ര ആരോപണ കേസിലെ ആദ്യത്തെ കേസിലെ അതിജീവിതം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബിയെ അന്വേഷണ സംഘം പ്രതിയാക്കിയത്. ഈ പെൺകുട്ടി നൽകിയ മൊഴി, ഈ ഗർഭചിത്രത്തിന് വേണ്ടിയുള്ള മരുന്ന് ഗുളിക തനിക്ക് എത്തിച്ചു നൽകിയത് ജോബി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തും ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവുമായ ആളാണെന്നായിരുന്നു. അത് വീഡിയോ കോളിലൂടെ തന്നെ നിർബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം കഴിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നതായിരുന്നു ഈ പെൺകുട്ടി നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബിയെ രണ്ടാം പ്രതിയാക്കി അന്വേഷണ സംഘം കേസെടുക്കുന്നത്. പിന്നാലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ജോബി ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ ജോബി പറഞ്ഞത് ഇങ്ങനെ തനിക്ക് ഇതെന്താണ് കൊടുത്തുവിട്ടതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു പൊടി കൈമാറിയിരുന്നു എന്ന മൊഴി അന്ന് ജില്ലാ കോടതിയിലും ജോബി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ജോബിക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ജോബി ഹാജരാവുകയും മൊഴി നൽകുകയും ചെയ്തത്. ഈ മൊഴിയിൽ ജോബി നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. അതായത് പെൺകുട്ടിയുടെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു സുഹൃത്ത്, ഒരു കോമൺ സുഹൃത്ത്, ആ സുഹൃത്ത് പറഞ്ഞിട്ടാണ് താൻ ഈ പൊതിയുമായി പോയത്. ഒരു പൊതി കൈമാറിയിട്ടുണ്ട്, പക്ഷെ അതെന്താണ്, അതിൽ ഇത്രയും ഈ ഗർഭചിത്രത്തിനുള്ള ഗുളികയോ മറ്റോ ആയിരുന്നോ, അങ്ങനെ അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്ന മൊഴിയാണ് ഇപ്പോൾ ജോബി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ജോബിയുടെ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഇന്നലെ ഫോണില്ലാതെയാണ് ജോബി അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടി അന്വേഷണ സംഘം ഇപ്പോൾ ജോബിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ ഒരു കുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി താനൊരു പൊതി രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ഒരു പ്രതിസന്ധി രാഹുലിനെ സംബന്ധിച്ച് അത് ഈ മൊഴി വളരെ നിർണായകമാവുകയും ചെയ്യും.